നമസ്കാരം. ഇന്ന് നമ്മൾ വയനാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം എങ്ങനെയാണ്, അത് എങ്ങനെ ആർക്കായിരിക്കും ഈ വരുന്ന മെയ് 4-ാം തീയതി വോട്ട് എണ്ണാൻ പോകുമ്പോൾ ആർക്കായിരിക്കും അവിടെ വിജയ സാധ്യത എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും വയനാടിൻ്റെ ലോക്സഭാ ചരിത്രം എടുക്കുകയാണെങ്കിൽ അത് ഉണ്ടായ കാലം മുതൽ തന്നെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ചരിത്രമാണ് അതിന് ഉള്ളത്. MI ഷാനവാസ് ആയിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ അവിടെ MP ആയി മത്സരിച്ച് വിജയിച്ചത്. അതിനുശേഷം ഏറ്റവും റോയൽ കാൻഡിഡേറ്റ് എന്ന് പറയാവുന്ന പോലെ രാഹുൽ ഗാന്ധി എത്തി. രാഹുൽ ഗാന്ധി വിജയിച്ചു. രണ്ടാമതും രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. അതിനുശേഷം അദ്ദേഹം രാജിവെക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. പ്രിയങ്ക ഗാന്ധി എന്ന് വെച്ചാൽ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു മണ്ഡലമായിട്ട്, ലോക്സഭാ മണ്ഡലമായിട്ട് വയനാട് മാറുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് തോന്നുന്നു. ഇന്ത്യ മുഴുവൻ ഇനി വയനാടിനെ അറിയപ്പെടാത്ത സ്ഥലങ്ങളില്ല എന്നുള്ളത്. അതുപോലെ പ്രശസ്തമാണ് വയനാട് എന്ന് പറയുന്നത്. അവിടെ 3 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 1 മാനന്തവാടിയാണ്, 2 സുൽത്താൻ ബത്തേരിയാണ്, 3 കൽപ്പറ്റയാണ്. ഈ 3 മണ്ഡലങ്ങളും ഏത് രീതിയിൽ ആർക്ക് അനുകൂലമായി തിരിയും ഇപ്രാവശ്യം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഒരു കണക്കെടുക്കണമെങ്കിൽ അപ്പോൾ അത് വെച്ച് ഏറ്റവും ആദ്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും എഡ്ജ് നമുക്ക് പറയാൻ കഴിയുക? അത് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും റോബിൻ, നമ്മൾ ഈ ഇലക്ഷൻ എക്സ്പ്രസിൽ നമ്മൾ വയനാടിൻ്റെ ഒരു സാധ്യതകൾ നോക്കുമ്പോൾ അത് UDFന് അനുകൂലം തന്നെയാണ്. വയനാട് എന്നും ഒരു കോൺഗ്രസ് അനുഭാവപൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളൊരു മണ്ണാണ് വയനാടിൻ്റേത്. നമുക്കറിയാം 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് മൊത്തം വയനാട്ടിലെ എല്ലാ മണ്ഡലങ്ങളും തന്നെ UDF തൂത്തുവാരുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. പിന്നെ നമുക്കറിയാം ഈ DACയുടെ ഒക്കെ രൂപീകരണം, കെ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള DACയുടെ ഒക്കെ രൂപീകരണം, അതിനുശേഷം ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ചില മണ്ഡലങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഇപ്പോൾ റോബിൻ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരാം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള ഒരു എഡ്ജ് അവിടെ UDFനുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ജില്ലാ പഞ്ചായത്ത് ഭരണം UDFനാണ്. 3 മുനിസിപ്പാലിറ്റികളുണ്ട്. അതിൽ 2 മുനിസിപ്പാലിറ്റികളുടെ ഭരണം അത് UDFന് തന്നെയാണ്. ഒരെണ്ണം മാത്രമാണ്, അത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റി മാത്രമാണ് LDFനുള്ളത്. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 15 ഗ്രാമപഞ്ചായത്തുകൾ UDF, 6 LDF. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള ഒരു എഡ്ജ് UDFനുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അവിടെ ഭൂരിപക്ഷം എന്ന് പറയുന്ന ലക്ഷങ്ങളിലേക്കാണ് പോകുന്നത്. അത് ചർച്ച ചെയ്യപ്പെടേണ്ട പോലും ആവശ്യമില്ലാത്ത രീതിയിലാണ് അതിന്റെ റിസൾട്ട് വരുന്നത് എന്നുള്ളതാണ്. അതിന് എതിർ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർ പോലും ജസ്റ്റ് ഒരു ഞങ്ങൾ മത്സരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രം മത്സരിക്കുന്നത് പോലെയാണ് അവർ മത്സരിക്കുന്നത് പോലും. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മാനന്തവാടിയുടെ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അത് LDF ഭരിക്കുന്ന സ്ഥലമാണ്. അവിടെ തിരുനെല്ലി മാത്രമാണ് അവർക്ക് പിടിക്കാൻ കഴിഞ്ഞതെന്നുള്ളതാണ്. അവിടെ മുനിസിപ്പാലിറ്റി അടക്കം മൊത്തം UDFിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു LDF കഴിഞ്ഞ പ്രാവശ്യം തരംഗമുണ്ടായിരുന്നു. LDFിൻ്റെ തരംഗമുണ്ടായിരുന്നു 2021 വളരെ വലിയ തരംഗമുണ്ടായിരുന്നു. ആ തരംഗത്തിൽ LDF അതിനു മുൻപും OR കേളു 2 പ്രാവശ്യം ജയിച്ചതാണ് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള തരംഗമുണ്ടായിരുന്നപ്പോൾ ജയിച്ചു. 2 പ്രാവശ്യം ജയിച്ച സ്ഥലത്ത് UDF ഇപ്രാവശ്യം തൂത്തുവാരുന്ന അവസ്ഥയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ തരംഗത്തിൽ 1-2 എന്ന രീതിയിൽ നിന്നത് മിക്കവാറും അങ്ങ് സൂചിപ്പിച്ചതുപോലെ 3ലേക്ക് എത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇനി നമ്മൾ മാനന്തവാടിയെ സെപ്പറേറ്റ് എടുത്ത് അതിൻ്റെ നിയമസഭ ഒരു ചരിത്രം പരിശോധിച്ചാൽ എങ്ങനെയിരിക്കും? തീർച്ചയായിട്ടും മാനന്തവാടിയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് റോബിൻ പറഞ്ഞതുപോലെ 2016-21 കാലഘട്ടത്തിൽ അവിടെ OR കേളുവാണ് മത്സരിച്ച് ജയിച്ചത്. OR കേളു 2016 മുതൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൃത്യമായിട്ടും വർദ്ധിപ്പിക്കുന്നുണ്ട്. 2016 1307 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു അദ്ദേഹത്തിന്. 2021 അത് 9000-ഓളം അത് അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി 2011 15 വർഷം മുമ്പാണ് ഏറ്റവും അവസാനമായിട്ട് അവിടെ ഒരു UDF കാൻഡിഡേറ്റ് ജയിച്ചു കയറുന്നത്. നമുക്കറിയാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മി അവർ ജയിച്ചു കയറിയത് 12,000-ഓളം വരുന്ന വോട്ടുകൾക്കാണ് മാനന്തവാടിയിൽ ജയിച്ചു കയറിയത്. മാനന്തവാടിയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 1970 മുതൽ 2001 വരെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ജയിച്ചത്. 2006 LDF അത് തിരിച്ചുപിടിക്കും. നമുക്കറിയാം ആ ഒരു ഘട്ടത്തിലാണ് DACയുടെ ഒക്കെ രൂപീകരണമൊക്കെ ഉണ്ടായത്. പിന്നീട് 2011 കോൺഗ്രസ്, 2016 LDF, 2021 LDF. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാവുന്ന ഒരു സാഹചര്യം മാനന്തവാടിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ നമുക്ക് മത്സര രംഗത്ത് ആരൊക്കെയാണെന്ന് നോക്കാം. OR കേളു സിറ്റിംഗ് MLA അവിടെ മത്സരിക്കുന്നു. കോൺഗ്രസിൻ്റെ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് ഉഷ MA മത്സരിക്കുന്നു. BJPക്ക് കാര്യമായിട്ടുള്ള സ്വാധീനം അവിടെ ഇല്ല. മാക്സിമം പോയാൽ ഒരു 15,000-ഓളം വോട്ടുകളാണ് ചരിത്രത്തിൽ അവർക്ക് അവിടെ ലഭിച്ചിട്ടുള്ളൂ. P ശ്യാംരാജ് അവിടെ മത്സരിക്കുന്നു. അപ്പോൾ ഇത്തവണ മന്ത്രിമണ്ഡലം ഏത് വിധേനയും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ലീഗും കോൺഗ്രസും ശക്തമായിട്ടുള്ള ഒരു പ്രചരണം മാനന്തവാടിയിൽ നടത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ കാടിളക്കിയുള്ള ഒരു പ്രചരണം മാനന്തവാടിയുടെ മനസ്സിനൊരു ഇളക്കം തട്ടുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എനിക്കൊന്ന് ചെറിയ ഒരു പെർസെൻറ്റേജ് കണക്ക് കൂടി അവിടെ നോക്കുകയാണെങ്കിൽ OR കേളു വരുമ്പോൾ
നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ നേരിയ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചു കയറുന്നത്. അതിനുശേഷം പിന്നീട് ആ തരംഗമുണ്ടായപ്പോഴാണ് തീർച്ചയായിട്ടും ഭൂരിപക്ഷം അവിടെ കൂട്ടുന്നത്. 47%, UDF 41%. വലിയൊരു വർധനവുണ്ട്. ഇപ്രാവശ്യം തിരിച്ച് തരംഗം ഉണ്ടാകുമ്പോൾ അത് ഏത് രീതിയിൽ മാറാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു മാനന്തവാടിയെ ഏറ്റവും പ്രസക്തമാക്കുന്നത് തോന്നുന്നത്. തീർച്ചയായും മന്ത്രിമണ്ഡലമായിട്ട് തിരിച്ചു പിടിക്കാനുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അത് മാറുമോ എന്നുള്ളതാണ് മാനന്തവാടി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്നതായിട്ട് മാറ്റി തന്നുള്ളതാണ്. കാരണം മാനന്തവാടി UDF വളരെയധികം സാധ്യതയുണ്ട്. നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2024 അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷം 38,000-ഓളം വരും UDF. 2019 54,000, 2014 ഏകദേശം 8,000-ഓളം വോട്ടുകൾ. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ മാനന്തവാടിയിൽ UDF കൃത്യമായിട്ടുള്ള ഒരു എഡ്ജുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ടു പോയ 2016-21 കാലഘട്ടത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഒരു അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ട എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മണ്ഡലമാണ് എന്ന് തോന്നി സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത്. സുൽത്താൻ ബത്തേരിയുടെ ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയും? സുൽത്താൻ ബത്തേരി റോബിൻ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഒരു ഉരുക്കുകോട്ട എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. 1977 മുതലുള്ള ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വെറും 2 തവണ മാത്രമാണ് അവിടെ LDF ജയിച്ചിട്ടുള്ളത്. ഇനി 2011 മുതലുള്ള ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ 3-ാം അല്ലെങ്കിൽ 4-ാം വട്ടവും IC ബാലകൃഷ്ണൻ അവിടെ ജനവിധി തേടുന്നു. 2011 അദ്ദേഹം അവിടെ ജയിച്ചു കയറുന്നു, 2016 ജയിച്ചു കയറുന്നു, 2016 21 ഏകദേശം 11,000-ഓളം വോട്ടുകളുടെ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഭൂരിപക്ഷം അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി 2011 എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം അവിടെ ജയിച്ചു കയറിയത് ഏകദേശം 7,000-ഓളം 7,500-ഓളം വരുന്ന വോട്ടുകൾക്കാണ്. അപ്പോൾ UDF LDF തമ്മിൽ ഈ വോട്ട് പെർസെൻറ്റേജിൽ കൃത്യമായിട്ടുള്ള ഒരു എന്താണ് പറയുക, ഒരു വിടവ് അവിടെ കാണുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ 2021 LDF 41%, UDF 48%. അപ്പോൾ UDF ഒരു ഉറച്ച കോട്ട തന്നെയാണ് ഈ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത്. IC ബാലകൃഷ്ണന് ഇത്തവണ കാര്യമായിട്ടുള്ള വലിയ വെല്ലുവിളികളൊന്നും അവിടെ അദ്ദേഹത്തിന് ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. UDF വേണ്ടി IC ബാലകൃഷ്ണൻ അവിടെ മത്സരിക്കുന്നു, BJPക്ക് വേണ്ടി AS കവിത അവിടെ മത്സരിക്കുന്നു, LDF വേണ്ടി MS വിശ്വനാഥൻ. കഴിഞ്ഞ തവണയും ഇവർ തമ്മിലായിരുന്നു, IC ബാലകൃഷ്ണനും വിശ്വനാഥനും തമ്മിലായിരുന്നു പോരാട്ടം നടന്നിരുന്നത്. അപ്പോൾ IC ബാലകൃഷ്ണന് കാര്യമായിട്ടുള്ളൊരു വെല്ലുവിളി അവിടെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ശരിക്കും 2021 IC ബാലകൃഷ്ണൻ വിജയിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും LDF ഒരു തരംഗം ഉണ്ടായിരുന്ന സമയമാണ്. ആ സമയത്ത് വരെ കോൺഗ്രസ് അവിടെ ഉറച്ച കോട്ട പോലെ നിന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഒരുപക്ഷെ മാറാനുള്ള സാധ്യതകൾ വിരളമാണ്. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു കിന്നി കൽപ്പറ്റയിലേക്ക് വരികയാണെങ്കിൽ കൽപ്പറ്റ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു രണ്ടും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പ്രതിഫലനം സൃഷ്ടിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് കൽപ്പറ്റ എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് സിദ്ദീഖിലൂടെ കോൺഗ്രസ് അത് തരംഗമുള്ള സമയത്ത് കോൺഗ്രസ് പിടിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അപ്പോഴാണ് T സിദ്ദീഖ് എന്താണെന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ വരുന്നത്. അതിനും പ്രധാനമായിട്ട് എനിക്ക് തോന്നി ഈ കൽപ്പറ്റയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതൊരു ഫാമിലിയുടെ ഒരു മണ്ഡലം പോലെ കൊണ്ടു നടക്കുന്ന വീരേന്ദ്രകുമാറിന്റെ അവരുടെ ഒരു ഫാമിലി മണ്ഡലം പോലെ ഉള്ളൊരു അവർ എല്ലാ വർഷവും അവർ മത്സരിക്കുന്നു. അപ്പോൾ അതിനെ എങ്ങനെ കൽപ്പറ്റയെ എങ്ങനെ നമുക്ക് ഇപ്രാവശ്യം വിവരിക്കാൻ കഴിയും? കൽപ്പറ്റ റോബിൻ പറഞ്ഞതുപോലെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ്, തെരഞ്ഞെടുപ്പ് ഫലമാണ് പലപ്പോഴും പല കാലഘട്ടത്തിലും ചരിത്രത്തിലും നൽകിയിട്ടുള്ളത്. അവിടെ കോൺഗ്രസ് ഒപ്പം തന്നെ ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് ഈ ജനതാ പാർട്ടികൾ, സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടികളുടെയൊക്കെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് ഈ കൽപ്പറ്റ എന്ന് പറയുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ റോബിൻ പറഞ്ഞതുപോലെ MV ശ്രേയൻസ് കുമാർ അദ്ദേഹം 2 വട്ടം മത്സരിച്ചിട്ട് അവിടെ പരാജയപ്പെട്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഈ പറയുന്ന T സിദ്ദീഖിനോട് അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെടുന്നു. അതിന് 2016 CK ശശീന്ദ്രനോട് മത്സരിച്ച് പരാജയപ്പെടുന്നു. 2016 അദ്ദേഹം UDF-നൊപ്പം വരുന്നു, 2021 LDF-നൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ T സിദ്ദീഖ് MLA അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ജനകീയ മുഖമുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, മുണ്ടക്കൈ ചൂരൽമല ആ ദുരന്തമുണ്ടായ ആ ഒരു സമയത്ത്, ആ ദുരന്തം അറിഞ്ഞ ആ ഒരു സമയം മുതൽ തന്നെ, അർദ്ധരാത്രി മുതൽ തന്നെ അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിന്ന് ആ ദുരിതബാധിത പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കുന്ന ചില ദൃശ്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളും ഒക്കെ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു. അതിനാൽ തന്നെ T സിദ്ദീഖ് MLA-യുടെ ഒരു ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസിന് ഇത്തവണ അവിടെ ഒരു മേൽക്കൈ സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അടുപ്പം കൃത്യമായിട്ടും അവിടെ അദ്ദേഹത്തിന് ഒരു എഡ്ജ് കൈവരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത്തവണ ആരൊക്കെയാണ് മത്സരിക്കുന്നത്? നമ്മൾ പറഞ്ഞതുപോലെ T സിദ്ദീഖ് സിറ്റിംഗ് MLA അവിടെ മത്സരിക്കുന്നു. BJPക്ക് വേണ്ടി പ്രശാന്ത് മലവയിൽ അദ്ദേഹം മത്സരിക്കുന്നു. വയനാട് ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്, BJPയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്.
LDFന് വേണ്ടി RJDയിലെ PK അനിൽകുമാർ അവിടെ മത്സരിക്കുന്നു. അപ്പോൾ നമുക്ക് പരമ്പരാഗതമായ ഒരു കോട്ട, ഏതെങ്കിലും പാർട്ടിയുടെ കോട്ട എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. 2011 അവിടെ ജയിച്ചു കയറിയത് UDF ആണ്. MV ശ്രേയംസ് കുമാർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ MV ശ്രേയംസ് കുമാർ അവിടെ ജയിച്ചു കയറുന്നു. അദ്ദേഹം അവിടെ ജയിച്ചത് 18,000-ഓളം വരുന്ന വോട്ടുകൾക്ക്. 2016 CPM CK ശശീന്ദ്രൻ ജയിച്ചത് 13,000-ഓളം വരുന്ന വോട്ടുകൾക്ക്. 2021 T സിദ്ദിഖ് ജയിച്ചത് 5,000-ഓളം വരുന്ന വോട്ടുകൾക്ക്. റോബിൻ പറഞ്ഞതുപോലെ ഒരു LDF തരംഗം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പോലും T സിദ്ദിഖിന് അവിടെ ജയിച്ചു കയറാൻ സാധിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനി എനിക്ക് തോന്നുന്നു നമ്മളിനി ഏറ്റവും അവസാനമായിട്ട് ഈ മണ്ഡലങ്ങളിൽ നിന്നും അപ്പുറത്ത് ഈ ഒരു സാമുദായികമായ ഒരു 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 ഘടകം കൂടി പലപ്പോഴും ഈ ഇലക്ഷനിൽ വിജയിക്കുന്നതിൽ ഉണ്ടാകാൻ വേണം. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്, മുസ്ലിം വോട്ടുകളുണ്ട്, അതുപോലെ ഹിന്ദു വോട്ടുകൾ, പിന്നെ അത് കൂടാതെ ആദിവാസികളുടെ ഒരു വലിയ ഒരു വിഭാഗം. എനിക്ക് തോന്നുന്നു ഇത് രണ്ടും കൂടെ എന്ന് വെച്ചാൽ രണ്ട് ഘടകങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യണമോ എന്നുള്ളതാണ് ഇവിടെ വിഷയം. എന്ന് വെച്ചാൽ അവിടുത്തെ സാമൂഹിക വിഷയങ്ങളും ഈ സാമുദായിക ഘടകങ്ങളും ഒരുമിച്ച് എങ്ങനെ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ടുണ്ടാകാം, ആർക്ക് എഡ്ജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് വിഷയങ്ങൾ ഒരുപക്ഷെ ഈ സമുദായങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു മറ്റേത് ജില്ലകളെക്കാളും ഉപരി നീറുന്ന 100 ജനകീയ പ്രശ്നങ്ങൾ വയനാട്ടിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം, റോബിൻ പറഞ്ഞതുപോലെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ജനസമൂഹങ്ങളുടെ ഒരു പരിച്ഛേദനം തന്നെയാണ് വയനാടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, മധ്യ തിരുവിതാംകൂറിൽ നിന്നും കുടിയേറിയിട്ടുള്ള ക്രൈസ്തവ കുടുംബങ്ങൾ, മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവർ, ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ, കർഷകർ, ഒപ്പം തന്നെ തോട്ടം തൊഴിലാളികൾ, അങ്ങനെ അനവധി വിവിധ വിഭാഗത്തിൽപ്പെട്ട ജനസമൂഹങ്ങളുടെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു കേന്ദ്രം കൂടിയാണ് ഈ വയനാട് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ അവരെ ഓരോരുത്തരെയും ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നം നമുക്കറിയാം. വന്യജീവി സംഘർഷം, ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, ടൂറിസം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ സൃഷ്ടിക്കുന്ന പരിസ്ഥിതി ആഘാതം, രാത്രി യാത്രാ നിരോധനം, ഈ അതിർത്തി മേഖലകളിലെ റോഡുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം. ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള അവരുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. കോൺഗ്രസും CPM അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന ഒരു അവസ്ഥ. മുഖ്യമന്ത്രി ദുരിതബാധിതർക്കുള്ള ഭവനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു, അത് വേണ്ടത്ര രീതിയിൽ അവർക്ക് വാസയോഗ്യമായിട്ടുള്ള രീതിയിലല്ല എന്നുള്ള ആരോപണങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉന്നയിക്കപ്പെടുന്നു. ഇനി കോൺഗ്രസിനെതിരെ കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെ എന്നുള്ള രീതിയിൽ CPMൻ്റെ ഒരു ആരോപണം വരുന്നു. ഒപ്പം വയനാട്ടിൽ നമുക്കറിയാം, ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, വയനാട് ചുരം അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തവണ നമുക്കറിയാം തുരങ്കപാത, അത് എന്തൊക്കെ പറഞ്ഞാലും ഒന്ന് ഉദ്ഘാടനം ചെയ്യാനും അവിടെ ഒന്ന് പാറ പൊട്ടിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന് കാണിക്കാനെങ്കിലും LDFന് അത് സാധിച്ചു. അത് കാര്യമായിട്ട് തന്നെ വയനാട്ടിലെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, വയനാട് മേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഗതാഗത കുരുക്ക് എന്നൊക്കെ പറയുന്നത്. ഈ വയനാട് ആ മലമേഖലകളിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അവർക്ക് കോഴിക്കോട്ടേക്ക് വരേണ്ട ഒരു സാഹചര്യം. വയനാട് ചുരം ഇറങ്ങണം. ഇപ്പോൾ മഴയുടെയൊക്കെ കാലഘട്ടമാണെങ്കിൽ ഈ ഉരുൾപൊട്ടുന്നു അല്ലെങ്കിൽ മണ്ണിടിയുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഗതാഗത പ്രശ്നം വയനാടൻ ജനതയെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെ. പിന്നെ നമുക്കറിയാം, വന്യജീവി സംഘർഷങ്ങൾ. കഴിഞ്ഞ 5 വർഷത്തെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ കടുവ കടിച്ചു കയറി കൊന്നവർ, ആന ചവിട്ടി കൊന്നവർ, അങ്ങനെ നിരവധി പേർ അവിടെ മരണമടയുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലയിലൊക്കെ. അപ്പോൾ ആ വിഷയങ്ങൾക്കൊക്കെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയത്തിന് അതീതമായി കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്, നിലപാട് സ്വീകരിക്കും എന്നൊരു കാര്യം അവർ കൃത്യമായി നോക്കുവാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് വയനാടിൻ്റെ ഒരു മണ്ണ് എന്ന് പറയുന്നത്. നീറുന്ന നിരവധി പ്രശ്നങ്ങൾ, 100 പ്രശ്നങ്ങൾ അവർ അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ ഏത് കക്ഷിയായിരിക്കാം, ഏത് രാഷ്ട്രീയ പാർട്ടിയായിരിക്കാം അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത്, ഏത് രാഷ്ട്രീയ നേതാവായിരിക്കാം, ഏത് സ്ഥാനാർത്ഥിയായിരിക്കാം അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത്, അവർക്കായിരിക്കാം വയനാട് ജനത വോട്ട് കുത്താനുള്ള ഒരു സാധ്യത. അപ്പോൾ റോബിൻ, നമുക്ക് അവസാനമായിട്ടൊന്ന് പറഞ്ഞു നിർത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്നതിൽ ഒരു എഡ്ജ്, അതായത് നെക്ക് ടു നെക്ക് ഫൈറ്റ്, LDFും UDFും തമ്മിൽ നെക്ക് ടു നെക്ക് ഫൈറ്റാണ് അവിടെ സംഭവിക്കുന്നതെങ്കിൽ നേരത്തെ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ 2021 ആ ഒരു സ്കോർ ബോർഡ് അങ്ങനെ തന്നെ നിലനിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മാനന്തവാടി LDFന് പോകുന്നു, ഈ പറയുന്ന കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും UDFിൻ്റെ പോക്കറ്റിലേക്ക് പോകുന്നു. ഇനി അസാമാന്യമായിട്ടുള്ള UDF തരംഗം ആഞ്ഞടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ 3ഉം UDFിൻ്റെ പോക്കറ്റിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി 3ഉം LDFിൻ്റെ പോക്കറ്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വിരളം തന്നെയാണ്. അതിനാൽ തന്നെ ഒന്നെങ്കിൽ നമുക്കവിടെ 2-1 എന്നൊരു സ്കോർ ബോർഡ്, അല്ലെങ്കിൽ 3-0 എന്നൊരു സ്കോർ ബോർഡ്, ആ രീതിയിലേക്കായിരിക്കാം വയനാടിൻ്റെ മനസ്സ് പോകാനുള്ള ഒരു സാധ്യത നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ. തീർച്ചയായിട്ടും വയനാടൻ മണ്ണ് ആര് കീഴടക്കും ഇപ്രാവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നെങ്കിൽ 3ഉം UDFന്, അല്ലെങ്കിൽ 1 LDFനും 2 UDFനും എന്നുള്ളതാണ്. എന്താണെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് UDFനാണ് സാധ്യതകൾ കൽപ്പിക്കുന്നത്. പക്ഷേ ഈ വലിയ തരംഗം
UDFിൻ്റെ അനുകൂലമായി ഇല്ല എങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഒരു സീറ്റ് LDFിന് ലഭിക്കാനുള്ള സാധ്യതകളും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്താണെങ്കിലും മെയ് 4-ാം തീയതി അറിയാം വയനാടൻ മണ്ണിൻ്റെ മനസ്സ് ആർക്ക് അനുകൂലമായി വിധി എഴുതും എന്നുള്ളത്.